ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സു ആൻഡ് സു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും അതുപോലെ യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ യാത്ര പോകുക എന്നതൊരു വലിയൊരു റിലാക്സേഷനാണ്. നമ്മളെ മൈൻഡും മനസ്സിനും എല്ലാം ഒരു പ്രത്യേക ഒരു എന്ത് ടെൻഷൻ ഉണ്ടായാലും യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതെല്ലാം മറന്ന് പുറം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര പോകും. യാത്ര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ട്രെയിനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ട്രെയിനിൽ പോകുന്നതാണ്. ഇപ്പോൾ ട്രെയിനിൽ പോവുക എന്ന് വെച്ച് നമ്മളിപ്പോൾ ഡെയിലി നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങളോ ദൂരയാത്രകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ട്രെയിനിൽ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് ലുലുവിലാണ്. എവിടെ പോകുക എന്ന് തന്നെ പുറത്തെവിടെയെങ്കിലും ഒന്ന് പോകാം എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം വന്ന ചോയ്സ് ട്രിവാൻഡ്രം ലുലു തന്നെ. ട്രിവാൻഡ്രത്തുള്ളവർക്ക് എനിക്കുള്ള കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ചോയ്സ് ലുലു ആണ്. മക്കളും പറയുന്നത് ഉമ്മ ലുലുവിൽ പോകാം ഉമ്മ എന്നാണ് മക്കളും പറയുന്നത്. അങ്ങനെ ലുലുവിലാണ് പോയത്. അവിടുത്തെ പിന്നെ സെൻട്രൽ എ സിയിൽ ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് ആ സെൻട്രൽ എ സിയിൽ പോയിരുന്ന എ സി കുറച്ച് നേരം എ സി കൊണ്ട് ആ നമ്മുടെ മൈൻഡിനും തലയ്ക്കും ശരീരത്തിനും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കാൻ പറ്റും. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ഞങ്ങൾ ലുലു പോയ ആ സമയത്തൊക്കെ. ഇപ്പം 2-3 ദിവസം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഈ ദിവസം 2 ദിവസം കൊണ്ട് ട്രിവാൻഡ്രത്ത് മഴ ഉണ്ട്. നിങ്ങളുടെ അവിടെ നാട്ടിൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ, നിങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ട്രിവാൻഡ്രത്ത് ഇപ്പോൾ 2-3 ദിവസം, 2-3 ഒരു 2 ദിവസം കൂടി മഴ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. ഒന്ന് തണുത്തിട്ടുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോയത് റംദാൻ്റെ പിറ്റേന്നായതുകൊണ്ട് തന്നെ റംദാൻ്റെ ഒരുക്കങ്ങളെല്ലാം ലുലുവിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, എന്ത് ആഘോഷങ്ങളായാലും ലുലുവിനൊരു പ്രത്യേക അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക തരമാണ്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതൊന്ന് ക്രിസ്മസ് ആയാലും ആ ക്രിസ്മസ് ട്രീ എല്ലാം വെച്ചുകൊണ്ട് തന്നെ, ഓണമായാലും മാവേലി, ക്രിസ്മസ് ആയാൽ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പാപ്പ, ഓണം മാവേലി, പിന്നെ റംദാനായാലും റംദാൻ്റെ ഒരുക്കങ്ങൾ, അതെല്ലാം ഒന്ന് മക്കളെ കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്ന അതൊരു പ്രത്യേകതരം ഭംഗി തന്നെയാണ്. പിന്നെ കളിക്കുന്ന സ്ഥലവും മക്കൾക്ക് പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കളിക്കുന്ന സ്ഥലമുണ്ട്, ഐസ്ക്രീമുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടാം, എന്തെങ്കിലും ഉണ്ട്. എന്തായാലും അവർ എൻജോയ് ചെയ്യും. അതിനകത്ത് നിന്നുകൊണ്ട് അവർ എൻജോയ് ചെയ്യുന്നതാണ്. ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം ജസ്റ്റ് കറങ്ങി, വെറുതെ വന്നതാണ്. ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങാം എന്നുള്ള ഇതിൽ വന്നതാണ്. പിന്നെ അവിടെ ജസ്റ്റ് എല്ലാം ഒന്ന് കറങ്ങിയെടുത്ത് മക്കളുടെ കണ്ണെല്ലാം ഇതിൽ കേക്കിലോട്ടും സ്നാക്സിലോട്ടും ഐസ്ക്രീമിലോട്ടും അങ്ങനെ എന്തെങ്കിലുമോട്ടൊക്കെ പോവും. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കും, ഒന്നും കൊടുക്കാതിരിക്കില്ല. അങ്ങനെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് പോപ്കോണിൻ്റെ അടുത്ത് പോയപ്പോൾ പോപ്കോൺ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി പതുക്കെ കറങ്ങിയതിന് ശേഷം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ. പിന്നെ അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വേനില ഫ്ലേവറാണ് അവർക്ക് രണ്ടുപേർക്കും വേണമെന്ന് പറഞ്ഞ് വേനിലയാണ് വാങ്ങിച്ചു കൊടുത്തത്. വേനില വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർ കഴിഞ്ഞു. പിന്നെ അവർക്ക് വേറെ ഒന്നും അവർ ചോദിക്കില്ല. വീണ്ടും ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി എമ്പുരാൻ സിനിമ, ആ സമയമൊക്കെ എമ്പുരാൻ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ എന്തോ ഭാഗങ്ങളൊക്കെ ഉണ്ട് കട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്യുന്നതിന് മുൻപാണ് ഞങ്ങൾ ലുലു കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളും ലുലുവിലെ PVR തിയേറ്റർ ഫുൾ നിറയെ ആൾക്കാരായിരുന്നു. ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആൾക്കാർ കാണണമല്ലോ, അതിനു വേണ്ടിയായിരിക്കും. ഫുൾ തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ഫുൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെയൊക്കെ പോയി വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ഷോർട്സൊക്കെ എടുക്കണമായിരുന്നു. ഈ ലൈറ്റും അതിൻ്റെ ഭംഗിയെല്ലാം കണ്ടപ്പോൾ റംദാൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഷോർട്സ് ഇടാമല്ലോ, അതും കരുതിയിട്ട് വീണ്ടും ഞാൻ അവിടെ എല്ലാം പതുക്കെ നടന്ന് ഫുള്ളും ഞാൻ ഷോർട്സായിട്ട് വീഡിയോസ് എടുക്കുകയായിരുന്നു. ഇത് നല്ലൊരു ഭംഗിയാണ്, റംദാൻ്റെ ഒരുക്കങ്ങളായിട്ടുള്ളൊരു ഭംഗിയാണ്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നത് വേറൊരു സൈഡിലായതുകൊണ്ട് തന്നെ ലുലുവിൻ്റെ എൻട്രി ഭാഗം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എൻട്രി ഭാഗത്തെ ഒരു നല്ലൊരു ഭംഗിയാണ്. അതിപ്പോൾ വരും, അത് ആ വീഡിയോയിൽ ഇനിയിപ്പോൾ കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള ഒരിതാണ്. എന്താ പറയുക, അത് എൻട്രി ഭാഗം എടുക്കാൻ ഇപ്പോൾ വരും കേട്ടോ. എൻട്രി ഭാഗം കയറി വരുന്ന ഭാഗം പാർക്ക് ചെയ്തിട്ട് വന്നതായിരുന്നു കണ്ടതിന് കയറി വരുന്ന ഭാഗം അത് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി പതുക്കെ എനിക്ക് കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. അതാ ഈ ഭാഗമാണ് എൻട്രി ഭാഗം. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കയറി വരുന്നത്. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ ഒരു ഭാഗം. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഞാൻ ഇത് മുകളിൽ നിന്ന് സൂം ചെയ്ത് താഴോട്ട് ഇറങ്ങിയില്ലായിരുന്നു, മുകളിൽ നിന്ന് സൂം ചെയ്ത് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ വീണ്ടും അവിടെ നിന്ന് കറങ്ങി വീണ്ടും PVR തന്നെ വന്നു. അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും വന്നു. അപ്പം പിന്നെ അന്ന് തന്നെ ഒരു 6 മണിക്ക് അവിടുത്തെ 6 മണിക്ക് ഒരു ഒപ്പന സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ അടിപൊളി ഒപ്പനയായിരുന്നു. കൽബ് സിനിമയിലെ പാട്ടും മറ്റേ വേറെ ഏതൊരു സിനിമ ഉണ്ടല്ലോ, മറന്നുപോയി, 2-3 സിനിമയിലെ പാട്ടൊക്കെ ഇട്ട് നല്ല സൂപ്പർ തല്ലുമാല സിനിമയിലെ സോങ്ങും കൽബ് സിനിമയിലെ സോങ്ങുമായിട്ടൊക്കെ സൂപ്പർ അടിപൊളി ഒപ്പനയായിരുന്നു. ഒപ്പനയെല്ലാം വലിയ കാര്യത്തിൽ ഞാൻ എടുത്തു, യൂട്യൂബിലിടാം, ഷോർട്സ് ആയിട്ട് ഇടാം എന്നൊക്കെ എടുത്തു. പക്ഷെ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ സമയമാണ് ഓർമ്മ കിട്ടിയത്. കോപ്പിറൈറ്റ് വരും, എഡിറ്റ് ചെയ്തിട്ടാൽ പണി കിട്ടും, യൂട്യൂബിൽ കോപ്പിറൈറ്റ് വരും. പിന്നെ അതിനെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇട്ടത്. സൂപ്പറെന്ന് വെച്ചാൽ അടിപൊളി. ആ പാട്ടോടെ ആ ഒപ്പന കാണുക ഇപ്പോൾ റെക്കോർഡിൽ കാണുമ്പോഴില്ല, പാട്ടോടെ അത് കാണുക എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്തോ മക്കൾക്ക് അതൊരു കൗതുകമായിരുന്നു. അവർക്കിതെല്ലാം കാണുന്നൊരു പ്രത്യേക ഇഷ്ടമല്ലേ. അങ്ങനെ ഒപ്പനയെല്ലാം അവിടെ നിന്ന് ഞാൻ ഫുള്ളും ഷൂട്ട് ചെയ്തെടുത്തു, ഷോർട്സ് ആയിട്ട് ഇടാൻ എടുത്തു, പക്ഷേ ലാസ്റ്റ് ഇടാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.